നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനമായ ആകാശ് 1S അർമേനിയയിൽ വലിയ സ്വീകാര്യത. അർമേനിയൻ സൈന്യത്തിന്റെ പരിശീലന അഭ്യാസങ്ങളിൽ മികച്ച പ്രകടനം ഇത് കാഴ്ചവെച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ആകാശ് 1S സംവിധാനത്തിന്റെ അതിവേഗ മൊബിലിറ്റി, മികച്ച റഡാർ നെറ്റ്വർക്ക്, ഒരേ സമയം ഒന്നിലധികം വ്യോമ ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി എന്നിവയാണ് അർമേനിയൻ സൈനികർ പ്രധാനമായും എടുത്തു പറഞ്ഞത്. ആകാശ് സംവിധാനം സ്വന്തമാക്കിയ ആദ്യ വിദേശ രാജ്യമായ അർമേനിയയിൽ നിന്നുള്ള ഈ പ്രതികരണം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖലയ്ക്ക് നിർണായക നേട്ടമായിട്ട് കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം രാജ്യത്തിന് പുറത്തുള്ള സൈനിക സാഹചര്യങ്ങളിലും ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ മികച്ചതാണെന്ന് തെളിയിക്കുന്നതാണ് അർമേനിയൻ സൈന്യത്തിന്റെ ഈ പ്രതികരണം. അടുത്തിടെ നടന്ന സൈനിക പരിപാടിയിൽ സംസാരിക്കവേ ആകാശ് 1S യൂണിറ്റ് കമാൻഡർ ഈ സംവിധാനത്തിന്റെ പ്രത്യേകതകൾ വ്യക്തമാക്കിയിരുന്നു. ലൂസിയൻ മേഖല ഉൾപ്പെട്ട രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ കഠിനമായ പരിശോധനകളിൽ ഏത് കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും ആകാശ് മികച്ച പ്രകടനം പുറത്തെടുത്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഒരിടത്ത് മാത്രം ഉറപ്പിച്ചു നിർത്തുന്ന മിസൈൽ താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വേഗത്തിൽ സ്ഥാനം മാറാൻ കഴിയുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് ശേഷി ഇതിനുണ്ട്. മൊബൈൽ ലോഞ്ചറുകൾ, ട്രാക്കിംഗ് റഡാറുകൾ, കമാൻഡ് സെന്ററുകൾ, സപ്ലൈ വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന മുഴുവൻ യൂണിറ്റിനും മുന്നേറുന്ന കരസേനയ്ക്കൊപ്പം ഒരേ വേഗത്തിൽ സഞ്ചരിക്കാനും സാധിക്കുന്നു. സൈനിക സംഘർഷങ്ങൾക്കൊപ്പം പ്രധാന സ്ഥാപനങ്ങൾക്ക് മുകളിൽ പെട്ടെന്ന് സംരക്ഷണ കവചം തീർക്കാനും ഇത് സഹായിക്കുന്നു. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സംവിധാനത്തിന് മികച്ച സാങ്കേതിക ശേഷിയാണുള്ളത്. ഒരേ സമയം 60 ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനാകും. അതിൽ 16 എണ്ണത്തിനെ ഒരേ സമയം ആക്രമിക്കാനും ഇതിന്റെ റഡാറിന് സാധിക്കും. 25 കിലോമീറ്റർ ചുറ്റളവിലും 18 കിലോമീറ്റർ ഉയരത്തിലുമുള്ള ലക്ഷ്യങ്ങളെ തകർത്തു കളയാനും ശേഷിയുണ്ട്. നവീകരിച്ച 1S മോഡലിലെ ഇൻബിൽറ്റ് ടാർഗറ്റ് ഫൈൻഡർ അതിവേഗത്തിൽ ദിശ മാറി വരുന്ന യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും കൃത്യതയോടെ തകർക്കാൻ സഹായിക്കും. സങ്കീർണമായ ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യയാണ് മറ്റൊരു പ്രധാന നേട്ടം. ഡിജിറ്റൽ നെറ്റ്വർക്ക് വഴി ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള കാലതാമസം ഒഴിവാക്കി ലക്ഷ്യങ്ങളെ വേഗത്തിൽ നേരിടാൻ ആകാശിന് സാധിക്കും. ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് മുൻപ് അർമേനിയൻ സൈനികർ ഇന്ത്യയിലെത്തി പ്രത്യേക പരിശീലനം നേടിയിരുന്നു. നിലവിൽ മിസൈലുകൾ വീണ്ടും നിറയ്ക്കൽ, റഡാർ പരിപാലനം എന്നിവയിൽ അർമേനിയൻ സംഘം സ്വയം പര്യാപ്തതയും കൈവരിച്ചിട്ടുണ്ട്. 2022 ഒപ്പുവെച്ച 5800 കോടിയിലധികം രൂപയുടെ കരാറിലൂടെയാണ് ആകാശ് സിസ്റ്റം അർമേനിയ സ്വന്തമാക്കിയത്. ആഗോള പ്രതിരോധ കയറ്റുമതിയിൽ മുൻനിരയിലെത്താൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് ഇത് വലിയൊരു നാഴികക്കല്ലാണ്. കൂടാതെ വിദേശത്തെ ദുർഘടമായ ഭൂപ്രകൃതിയിൽ നിന്നുള്ള വിവരങ്ങൾ ഭാവിയിൽ ആകാശ് മിസൈലുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇന്ത്യയെ സഹായിക്കും. ആകാശിന് പുറമെ ഇന്ത്യയുടെ സ്വാതി റഡാറുകൾ, ATAGS പീരങ്കികൾ, പിനാക റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവയും അർമേനിയ വാങ്ങിയിട്ടുണ്ട്. പുതിയ കാലത്തെ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയ്ക്കെതിരെ അർമേനിയയ്ക്ക് വൻ സുരക്ഷാ കവചമാണ് ആകാശ് 1S ഒരുക്കുന്നത്. ആകാശ് 1Sന്റെ ഈ നേട്ടം അർമേനിയ എടുത്തു പറയുമ്പോൾ അത് ഇന്ത്യക്ക് ഏറെ പ്രയോജനകരമാണ്. ദുർഘടമായ ഭൂപ്രദേശങ്ങളിലെ വിന്യാസം, പരിപാലനം, ലോജിസ്റ്റിക്സ്, മൊബിലിറ്റി എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ ഭാവിയിലെ ആകാശ് പതിപ്പുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കും. അർമേനിയൻ വ്യോമ പ്രതിരോധ ശൃംഖലയുമായി സംയോജിപ്പിച്ച ആകാശ് 1S യുദ്ധവിമാനങ്ങൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികൾക്കെതിരെ വേഗത്തിൽ വിന്യസിക്കാവുന്ന ശക്തമായ പ്രതിരോധ കവചമായി മാറിയെന്നാണ് അർമേനിയൻ സൈനിക നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ.